Hello and welcome back to Mallu Guesser. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. And we are playing GeoGuessr. For those who don't know, GeoGuessr is a game, it's a guessing game. So basically ഗൂഗിളിൻ്റെ ഏതെങ്കിലും ഒരു റാൻഡം സ്ട്രീറ്റ് വ്യൂ കാണിച്ചിട്ട് നമ്മൾ അത് ഏത് ലൊക്കേഷനാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഗെയിം. ആൻഡ് ഇത് നമ്മുടെ കൂടെ വരുൺ ബ്രോ ഉണ്ട്, നമ്മുടെ VC ഉണ്ട്. And today we are going to play duels. Yes, duels against random people. So ഇന്ന് ഞാനും VCയും കൂടെ ടീമായിട്ട് റാൻഡം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡ്യൂൽ കളിക്കാൻ പോവുകയാണ്. ബേസിക്കലി വി ആർ ചാലഞ്ചിങ് ദം ഫോർ എ മാച്ച്. ആൻഡ് ആരാണോ ഇതിൽ ജയിക്കുന്നത് അവർ വിൽ ഗെറ്റ് മോർ റാങ്ക്സ്. So that's basically it. And let's go. So VC and me are going as a team. Let's see how this goes. ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും, ഒരു ഐഡിയ ഇല്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് എടുക്കാൻ പോകുന്നത്. ആൻഡ് no idea how it's going to be. Let's see how this duo goes. Let's go. Okay, let's go. VC, let's go. So, ഇപ്രാവശ്യം ടീം ഡ്യുവൽസ് അല്ലേ? ഒരുമിച്ച് ടീം ഡ്യുവൽ കളിക്കാം, സെറ്റ് ആക്കാം. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഞാൻ ഇപ്രാവശ്യം ഇച്ചിരി ഹാബിയായിട്ട് കിടപിടിക്കാനായിട്ട് ഇച്ചിരി മെറ്റയൊക്കെ പഠിച്ച് ഗെയിം പ്ലേ ഇച്ചിരി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം നന്നാവും എന്നുള്ളത് കണ്ടറിയാം. പ്രോ ആയി കാണും ഇപ്പോൾ. പിന്നെ അല്ല, നമുക്ക് ഇനി ഈ സെഗ്മെന്റ് ജയിച്ചിട്ടേ ഉള്ളൂ കാര്യം. വേറെ ലീഗിലോട്ട് കയറണം. അതെ, ഇതിലാണ് കോർഡിനേഷൻ ആണ് മെയിൻ. സോ അഹമ്മദാബാദ് അല്ലെങ്കിൽ രാജ്കോട്ട് അവിടെയൊക്കെയാ വരുന്നത്. ഓക്കെ, ഇതിനായിട്ട് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ രാജ്കോട്ടിന് ഇച്ചിരി വെസ്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഗസ് ചെയ്യാം, അവന്മാരായിട്ട് പുഷ് ചെയ്യാം. നമുക്ക് റഷ് ചെയ്യാം അവരെ. ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓൾറെഡി ഞാൻ വിചാരിച്ചു അവന്മാർ അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരിക്കൽ മുമ്പേ വിടും കേട്ടോ. നൈസ്. യൂഷ്വലി ഇത് അഹമ്മദാബാദ്, ഗുജറാത്തി ആണെങ്കിൽ കൂടുതൽ അഹമ്മദാബാദിനടുത്താ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, കൂൾ. ഇത് ജർമ്മനി, ഓസ്ട്രിയ. ഇത് ഓസ്ട്രിയ ഓർ ജർമ്മനി. ഓസ്ട്രിയ ജർമ്മനി തമ്മിലൊരു വ്യത്യാസം. പെഡസ്ട്രിയൻ സൈൻ ഞാൻ കണ്ടായിരുന്നു. ഓസ്ട്രിയ ജർമ്മനിയുടെ ഇത് മിക്കവാറും ഓസ്ട്രിയ തന്നെ ആയിരിക്കും. അവന്മാർ ഗസ് ചെയ്തു. ഞാൻ ഓസ്ട്രിയയിലോട്ട് പോകാം കേട്ടോ. ഓസ്ട്രിയ പോകാനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ വിയന്ന കൊടുത്തിട്ടുണ്ടേ. ഞാൻ വെസ്റ്റിലായിട്ട് കൊടുത്ത്. ഓക്കെ, should be fine. ഫ്രാങ്ക്ഫർട്ട് എനിക്ക് തോന്നുന്നു അവർക്ക് ലൈക്ക് എവിടെയെങ്കിലും ഡൊമൈൻ നെയിമോ ഏതെങ്കിലും കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഓസ്ട്രിയ ജർമ്മനി ലാംഗ്വേജ് സെയിം ആണെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ, അത് പഠിക്കണം. യൂറോപ്പ് അല്ല, ഇത് ഓസ്ട്രേലിയ ആണോ? അല്ല, ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലേ? റൈറ്റ് ഹാൻഡ് ഡ്രൈവർ. ഓസ്ട്രേലിയ പ്രിഡോമിനൻ്റ്ലി ഇംഗ്ലീഷാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ക്യാൻ ബി അമേരിക്ക ആവാം, കാനഡ ആവാം. എടാ, ഇത് അമേരിക്ക, കാനഡ അല്ല. കാരണം സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കാലിഫോർണിയ സൈഡ് കൊടുക്കാം. മിക്കവാറും മിഡിലോട്ടായിരിക്കും. അവസാന നിമിഷം മിഡിൽ കൊടുത്തു. എടാ, കാലിഫോർണിയ ആയിരുന്നു. ട്രോപ്പിക്കൽ ചിലപ്പോൾ അവിടെ അവൻ ഇവിടെ ആവാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല, നോക്കാം. ഇത് ടർക്കി. ഐ തിങ്ക് ടർക്കിയാണ്. ഹെഡ് ചെയ്യാം. റഷ്യയിലേക്ക് ജയിക്കാൻ പറ്റൂല, പക്ഷെ റിസ്ക് ആണ്. അവന്മാർ നല്ല പ്രോസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അങ്കര അവിടെ കൊടുക്കാം. അങ്കരയാണ് കൊടുത്തത്. അവിടെ കൊടുക്കാം. ഇസ്താൻബുളിലും ഉണ്ടല്ലോ. ഓടാൻ പോർച്ചുഗീസ്. നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജ് ഗസ് ചെയ്യുന്ന പോലെ തന്നെ. അല്ല, ഞാൻ ഇന്ന് കുറച്ച് ഗുജറാത്തി നോക്കിയായിരുന്നു, പക്ഷെ അത് ഭയങ്കര സീഡ് താഴെയുള്ള ഇതൊക്കെ
നൊട്ടേഷൻ കണ്ടിട്ടാ ഞാനും ഡൗട്ട് വരും. ടർക്കി എന്ന് വിചാരിച്ചേ. ഓക്കെ, ഫസ്റ്റ് കളി ടഫ് വൺ. കുഴപ്പമില്ല. ഫസ്റ്റ് കളി തോറ്റു കഴിഞ്ഞാൽ അടുത്ത കളി പിടിക്കാം. അതെ, സെറ്റാക്കാം. സ്കോ ഹാർഡ്ലി ലൈക്ക് 3 സെക്കൻഡ്സ് ഒക്കെയാണ് കിട്ടിയത് ഏറ്റവും കൂടുതൽ, അത് ഫസ്റ്റ് റൗണ്ടിൽ. അതിൽ പ്രോസ് ആണെന്ന് തോന്നുന്നുണ്ട്. അവർ കറക്റ്റ് ലൊക്കേഷൻ ഗസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജർമ്മനി കറക്റ്റ് ഗസ് ചെയ്ത്, പോർച്ചുഗൽ ഗസ് ചെയ്ത്. ഗുജറാത്ത് മാത്രമാണ് നമ്മുടെ സ്ഥലം. സത്യം. പ്രോബബ്ലി ഇങ്ങനത്തെ പ്രോസ് ആണെങ്കിൽ മാപ്പ് ലോഡായ ഉടൻ മെറ്റാസ് നോക്കി തുടങ്ങണം. നമുക്ക് പ്രീവിയസ് റൗണ്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇവര് സിൽവർ 2 ഡിവിഷനുള്ള ആൾക്കാരാണ്. ഇവര് കുറച്ച് പ്രോസ് ആണ്. ഓക്കെ, ഇത് ജോർജിയ ആണോ പോളണ്ട്. അത് ജോർജിയ അല്ലേ? അല്ല, ഞാൻ ഡൊമൈൻ നെയിം കണ്ടു. പോളണ്ട് കൊടുത്തു. ഞാൻ വെസ്റ്റിലേക്ക് കൊടുത്തോ. ഞാൻ വാർസോല കൊടുത്തത്. നീ എവിടെ കൊടുത്ത ബോസ്? അല്ല, ഫസ്റ്റ് റൗണ്ട് അല്ലേ? ഫ്ലാഗിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഡൗട്ട് വന്നത്. ഒരു ക്രോസ്, ഒരു ഇംഗ്ലണ്ട് ടൈപ്പ് ഒരു ഫ്ലാഗ് ഇല്ലായിരുന്നു. ഓക്കെ, ബംഗ്ലാദേശാണ്. ഇത് വെസ്റ്റ് ബംഗാളോ ആണ്. പ്രോബബ്ലി ബംഗ്ലാദേശ് ആയിരിക്കും കേട്ടോ. ഇത് ഒരാൾ വെസ്റ്റ് ബംഗാൾ കൊടുക്കുന്നത് ബംഗ്ലാദേശ് തന്നെയാണ്. ഉറപ്പാണോ? ആണ് ബംഗ്ലാദേശ്. ഉറപ്പാണെങ്കിൽ ഓക്കെ, നീ റഷ് ചെയ്തോ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഞാൻ ഡാറ്റ കൊടുത്ത് റഷ് ചെയ്യണം. ബംഗ്ലാദേശ് ഹെഡ് ചെയ്താൽ മതിയോ അതോ വെസ്റ്റ് ബംഗാൾ? ബംഗ്ലാദേശിനെ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ വെസ്റ്റ് മോസ്റ്റ് ആ ബോർഡറിന് ചേർന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചോ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. കുഴപ്പമില്ല. ഇതെന്താ കൊറേ ഫ്ലാഗ് ഉണ്ടല്ലോ. ഇത് ഏത് ഫ്ലാഗാ? എടാ, അത് കൊളംബിയ അല്ലേ? അയ്യോ, ഈ ഫ്ലാഗ് അറിഞ്ഞൂടാ. കൊളംബിയ ആയിരിക്കും. എവിടെ കൊടുക്കാനാ? ബൊഗോട്ടയിൽ ഞാൻ കൊടുത്തു. നീ നോർത്ത് ആയിട്ട് കൊടുക്കും. യൂഷ്വലി വരുന്ന ആണോ? ഓക്കെ, ഫൈൻ കൊടുത്തു. പക്ഷെ ഇത് ഉറപ്പില്ല കേട്ടോ. ഞാൻ പക്ഷെ നമുക്ക് കിട്ടിയത് അവരിതുപോലെ ഇത് ചെയ്യണ കേട്ടോ, ഹെഡ് ചെയ്യണതാ. ഓക്കെ, ഈ ട്രക്ക് ഇത് കിർഗിസ്ഥാനാണോ? അല്ല, ആഫ്രിക്കൻ കൺട്രി അല്ലേ? ഓക്കെ, പോസിബിൾ ആണ്. കാർ കണ്ടിട്ട് ആഫ്രിക്കൻ കൺട്രി. ഇത് ഏത് സൈഡാണ് ഇത്? കറക്റ്റ് ഇക്വേറ്ററല്ല സാറിന്. ഹെമിസ്ഫിയറും കിട്ടത്തില്ല. വണ്ടിയുടെ ഡയറക്ഷൻ ഇത് കിട്ടി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടി. ഇത് മിക്കവാറും സെനഗലാണെന്ന് തോന്നുന്നു കേട്ടോ. സെനഗൽ അല്ലെങ്കിൽ ഗാന ആയിരിക്കും. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലമാണ്. ആഫ്രിക്കൻ ആണെന്ന് ഉറപ്പാണ്. എനിക്ക് ഉറപ്പില്ല ആഫ്രിക്കൻ ആണെന്ന്. കാരണം പെഡസ്ട്രിയൻ ക്രോസിംഗ്സ് ഓക്കെ, ബട്ട് സെനഗൽ ഫ്രഞ്ച് കോളനി ആയിരുന്നു. സോ പെഡസ്ട്രിയൻ ആ സൈഡ്സ് ആഫ്രിക്കൻ ആൾക്കാരെ കണ്ടില്ല. ഇത് റഷ്യൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ ആണ്. ഇത് EU ആണെങ്കിൽ ആണെങ്കിൽ ഇത് ഉക്രൈൻ ആണ്. ഇത് റഷ്യ. ലൈക്ക് ഓക്കെ, ഹെഡ് ചെയ്യാം. നീ റഷ്യ കൊടുക്കുക, ഞാൻ ഉക്രൈൻ കൊടുക്കാം. ഉക്രൈൻ ആണെന്ന് തോന്നുന്നില്ല. ഈ പോസ്റ്റിന്റെ താഴെ ഒരു ബ്ലാക്ക് ഇതുണ്ട്, അത് റഷ്യയിലാണ് വരുന്നത് യൂഷ്വലി. ബ്ലാക്ക് സോക്സ് ഉള്ളത് റഷ്യയാണ്. പക്ഷെ അത് പോസ്റ്റ് അല്ലല്ലോ, മറ്റേ ഇതല്ലേ, മെറ്റൽ പോസ്റ്റ് ആണ്. വരും മറ്റേ സൈൻ പോസ്റ്റിൽ വരും. പക്ഷേ റഷ്യയിൽ ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ ഈ കസാക്കിസ്ഥാനിന്റെ അപ്പുറത്തുള്ള റഷ്യ അവിടെ ഓക്കെ, ഞാൻ റഷ്യ കൊടുക്കുന്നില്ല. ഞാൻ ഉക്രൈൻ്റെ കൈവിന്റെ നോർത്തായിട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, കസാക്കിന്റെ ലെഫ്റ്റ് കൊടുക്കുകയാണ്. റഷ് ചെയ്തോ. ഞാൻ എന്തായാലും പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കാണോ ഇനി ഇത്? പക്ഷെ കണ്ടിട്ട് ആഫ്രിക്കൻ വൈബ് തോന്നി. ആഫ്രിക്കൻ അത് നമ്മുടെ ഡ്രൈനസ് കണ്ടിട്ട് പറയുന്നത്. അല്ല, വണ്ടിയും ഒരു സിമിലാരിറ്റി ഉണ്ടായിരുന്നു. കസാഖ്സ്ഥാൻ നമ്മൾ ഇനിഷ്യലി കിർഗിസ്ഥാനാണ് പറഞ്ഞല്ലേ?
ഇവിടെ അമേരിക്കയോ കാനഡയോ ആണോ? സ്റ്റോപ്പ് സൈൻ ഉണ്ട്. ഐ തിങ്ക് അമേരിക്ക നല്ല ചാൻസ് ഉണ്ട്. ബട്ട് കാനഡ, സാൽസ്ബറി. അമേരിക്ക ആണെങ്കിൽ റീജൻ ഗസ് ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. ഫ്രണ്ട് പ്ലേറ്റ്സ് മാൻഡേറ്ററി ആയിട്ടുള്ള സ്ഥലമാണ്. എല്ലാ സ്റ്റേറ്റിലും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, പക്ഷെ അമേരിക്ക ആണോ എങ്ങനെ അറിയാം? ഒരാൾ കാനഡ കൊടുത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര കിലോമീറ്റർ കാനഡ. പക്ഷെ അത് കാനഡ. ഞാൻ ഇപ്പുറത്തോട്ട് കൊടുക്കാം, കുഞ്ഞിപ്പേക്ക് കൊടുക്കാം. അല്ല, അവര് കുറച്ച് പ്രോസ് ആയിരുന്നു. ഡിവിഷനിലെ ആൾക്കാരായിരുന്നു സംഭവം. ഒരു മിനിറ്റ്. ഓക്കെ, ആദ്യത്തെ 2 മാച്ച് ഭയാനകമായി പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. കുഴപ്പമില്ല, ഇനി തൊട്ട് പിടിച്ച് തുടങ്ങാം, സെറ്റാക്കാം. തോത്താലും ജയിച്ചാലും മീസയെ മുറുക്ക് കമോണ്ടറ. ഇങ്ങനെയൊക്കെ പറയാം. ഒരു കളിയെങ്കിലും ജയിച്ചില്ലെങ്കിൽ ഒരു കളിയെങ്കിലും ജയിക്കണം. അയ്യോ, നടക്കും. അതാ നമ്മൾ ഇപ്പം തുടങ്ങിയല്ലോ. അതാണ്, അവരൊക്കെ വലിയ പ്രോസ് ആയിരിക്കും. അതല്ല, ഈ സമയത്ത് അവിടെയുള്ള ആൾക്കാരായിരിക്കും അന്നേരത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കണേ. ഈ പ്രോസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മറ്റേ യൂറോപ്പ്, അമേരിക്ക ഉള്ള ആൾക്കാരാണ്. ഓൾസോ നമുക്ക് മൂവ് ചെയ്യുമല്ലോ, നമുക്കിനി 2 ഡയറക്ഷനിലോട്ട് നോക്കാം. സോ ദാറ്റ് കവറേജ് ഓഫ് മെറ്റാസ് കൂടും. അതാ. ഇത് മലേഷ്യ അല്ല, ഇന്തോനേഷ്യ ഫ്ലാഗ് ഉണ്ട്. ഫ്ലാഗ് ഉണ്ടോ? ഓൾസോ ബ്ലാക്ക് പ്ലേറ്റും ആണ്. ഓക്കെ, ഹെഡ് ചെയ്യാം. ഞാൻ റഷ് ചെയ്തിട്ടുണ്ട്. നീ എവിടെയെങ്കിലും പോയിന്റ് ചെയ്ത് വെച്ചോ? എനിക്ക് സ്ലോ ആവുന്നു കേട്ടോ. ഓനോ, ഡെഫിനറ്റ്ലി ഇന്തോനേഷ്യ. പക്ഷെ ഏത് ഐലൻഡ് ആണെന്നുള്ളതാണ് പ്രശ്നം. ഞാൻ ഇങ്ങോട്ട് കൊടുക്കാം. സ്ലോ ആവുന്നുണ്ട്. ഓ, കറക്റ്റ്. ജക്കാർത്ത 4937. അവർ അത്രയും ദൂരെ കൊടുത്തിട്ടാണ് അത്രയും ഡാമേജ് ഉണ്ടാക്കിയത്. അത് ഫസ്റ്റ് റൗണ്ടിൽ. ഇത് സ്വീഡൻ ആണെന്ന് തോന്നുന്നു. സ്വീഡൻ അല്ല, അല്ലേ? ഓസ്ട്രിയ ഓർ ജർമ്മനിയാണ് കേട്ടോ. ഓസ്ട്രിയ ഓർ ജർമ്മനിയാണ് ആണെന്നാണ് എൻ്റെ ഒരു ഇത്. ഓർ ക്രൊയേഷ്യ, ആ ഭാഗത്ത് എവിടെയാണ്. എനിക്ക് ഇതുവരെ പോസിബിൾ ആയിട്ടുള്ള ഒരു നല്ല മെറ്റ കിട്ടിയിട്ടില്ല. എനിക്ക് ആകെ ലാംഗ്വേജ് വെച്ചിട്ടാ കിട്ടിയത്. ഇത് അതാ, ഓസ്ട്രിയ ഓർ ജർമ്മനി, അവിടെ എവിടെയാണിത്. ഓക്കെ, ഒരാൾ ഓസ്ട്രിയ, ഒരാൾ ജർമ്മനി കൊടുക്കാം. ഓസ്ട്രിയ ഓർ ജർമ്മനിയാണ്. നീ എവിടെ കൊടുക്കുന്നത്? ഞാൻ വിയന്ന കൊടുക്കാം. ഓസ്ട്രിയ. ഓക്കെ കൊടുക്കാം. ജസ്റ്റ് ഓ, ഭാഗ്യം. അവൻ അറിയുന്നോ കേട്ടോ, യൂറോപ്യൻ ആണ് ആള്. അവർക്ക് ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടും. എനിക്ക് മറ്റേ മെറ്റ കിട്ടിയില്ലായിരുന്നു. ഓക്കെ, എനിക്ക് ലാംഗ്വേജ് ഇറ്റലി റഷ്യ. കാരണം അവന്മാര് സ്പെയിനിലുള്ളവന്മാരാ, അതുകൊണ്ട് സമയപ്പെടുത്തു. കിട്ടും ചിലപ്പോ സ്ഥലം. ഓക്കെ, എന്നാ പിന്നെ തപ്പാം. മിലാനോ എന്ന് പറയുന്നത്, മിലാനോ ഇവിടെ ഉണ്ട്, നോർത്ത്. മിലാൻ നോർത്തിലുണ്ട്. മിലാനോ ചിലപ്പോ അറിഞ്ഞൂടാ. ഞാൻ ഹെഡ് ചെയ്യാനായിട്ട് താഴ്ന്നു കൊടുത്ത. ഓ, മിലാനോ കണ്ടത് നന്നായി. ഓക്കെ, I think America or Canada. Left hand, right hand drive.
ഗുണമില്ല. അമേരിക്ക ഓർ കാനഡ രണ്ടും ഇഷ്ടമല്ല. ചേട്ടാ ഉപകാരമുള്ള ഒറ്റ സാധനമല്ലോ. ഇത് യൂറോപ്പാണോ? എടാ യൂറോപ്പാണോ? പക്ഷെ പ്ലേസ് യൂറോപ്പല്ലല്ലോ. എടാ ഓക്കെ, വൈൽഡ് ഗസ് ആണ്, പക്ഷെ അല്ല. ബൾഗേറിയയിലുള്ള ലാൻഡ്സ്കേപ്പ് ഇങ്ങനല്ല. എടാ പ്രോബബ്ലി കാനഡ ആയിരിക്കും. അവിടെ മറ്റേ കോളനീസ് ഉണ്ടല്ലോ, ഫ്രഞ്ചും. ബട്ട് അത് തെറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ദൂരെയായി പോകും. അത് ശരിയാ. ഇത് യൂറോപ്പാണ്, പക്ഷേ 4 ഇതുള്ളത് എവിടെയാണ്? ബൾഗേറിയയിൽ 4 സ്ട്രൈപ്പ് ഉണ്ട്, പക്ഷേ കാർസ് ഒന്നും EU പ്ലേറ്റ് അല്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഈ ലാംഗ്വേജ് ഇനി വല്ല ഐലൻഡ്സും ആണോ? ഐ തിങ്ക് അങ്ങനെ. മറ്റേ ജിബ്രാൾട്ടർ പോലെ, പക്ഷെ അവിടെ ഇംഗ്ലീഷാണ്. മാൾട്ട അല്ല എന്തായാലും. മാൾട്ട കുറച്ചുകൂടെ ഒരു മാൾട്ടയല്ല, മാൾട്ടയുടെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയല്ല. അവർക്ക് കിട്ടിയതാണ്. ഇത് സ്വീഡൻ ആണ്. അതാ എനിക്ക് ഡൗട്ട്. ഞാൻ സ്റ്റോക്ക്ഹോം കൊടുത്തു. അല്ല കൊടുത്തോ അവിടെ കൊടുത്തു. അവിടെ ആണോ എനിക്ക് അറിഞ്ഞൂടാ. ഐസ്ലാൻഡ് അത്. ചുമ്മാ ശരിയാണ്. ഇന്ത്യ ഇത് നമ്മുടെ സൗത്ത് ഇന്ത്യ. തെലങ്കാന. തെലുങ്കാണോ? ഒരു മിനിറ്റ്. അല്ല ഒരു മിനിറ്റ്. കന്നഡ ആണെന്ന് തോന്നുന്നു. വേറെ ബോർഡുണ്ടോ? ഞാൻ മറന്നു. ഇതിന്റെ ഡിഫറൻസ് എന്താണ്? കന്നഡയ്ക്ക് മേളില് ഇച്ചിരി കുറെ. ഇത് തെലുങ്കടാ. ശ്രീ ബാലാജി ആർട്ട്. ഇത് തെലുങ്ക. പക്ഷെ എവിടെ തെലുങ്കാനയും എടാ തെലുങ്കാനയും ആന്ധ്രയും ഹെഡ് ചെയ്യണേ. ഒരാൾ ഹൈദരാബാദ് കൊടുക്കുകയാണെങ്കിൽ മറ്റേ ആള് മറ്റേ കടപ്പ, നെല്ലൂര്, അങ്ങനത്തെ എവിടെയെങ്കിലും, ഗുണ്ടൂറോ അങ്ങനെ എവിടെയെങ്കിലും. പക്ഷെ മറ്റേ ഐസ്ലാൻഡ് ആയിരുന്നല്ലേ. ഞാൻ ആലോചിച്ചു പോലുമില്ല. ശരിയാണ്, യൂറോപ്യൻ ബട്ട് EU പ്ലേറ്റ് ഇല്ലാത്ത സ്ഥലം ഐസ്ലാൻഡ്. എടാ അവിടെ ആയിട്ട് കൊടുക്കും, കുഴപ്പമില്ല. സെറ്റ്. ചേച്ചി. ആക്ച്വലി ബാംഗ്ലൂർ ആയിരുന്നു, കന്നഡ ആയിരുന്നു കേട്ടോ. എനിക്ക് ആ ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ് രണ്ടും തമ്മിൽ ഉള്ളത്, പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെ ഫസ്റ്റ് കളി ജയിച്ചിരിക്കുന്നു ഗൈസ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഫസ്റ്റ് കളി ജയിച്ചു. അതാണ് ഇതിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ ഈ കളിയിൽ ഒന്നുമേ അല്ലെന്ന് മനസ്സിലായി. Hey guys, hope you guys enjoyed this video, and so it was an interesting start. Like നമ്മൾ ഫസ്റ്റ് 2 കളി തോറ്റു, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഗെയിം പിടിച്ചെടുത്തു. സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. സ്റ്റാർട്ടിങ് കുറച്ചു പാടായിരുന്നു കോർഡിനേറ്റ് ചെയ്യാനും കിട്ടാനൊക്കെ. സോ ദിസ് വീഡിയോ ഈസ് പാർട്ട് 1 ആക്ച്വലി, ആൻഡ് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നുണ്ട്. So stay tuned for that, and ആ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. We will be posting that soon. So yeah, hope you guys enjoy this video. Give us a like, comment, subscribe. Yeah. So അടുത്ത വീഡിയോയിൽ കാണാം. Bye.